ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തേൻ ഡെയിലി മുഖത്ത് തേച്ചാൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനായിട്ട് തേൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, തേൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, തേൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുരികത്തിലും താടിയിലൊക്കെ ആയാൽ പുരികം നരയ്ക്കില്ലേ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ആൻസറൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. തേൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ തേനിലുണ്ട്. മെയിനായിട്ട് പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടും മുഖത്തെ പാടുകൾ മാറാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് കൊണ്ട് ഉണ്ടാകുന്നതും അല്ലാതെ ഉണ്ടാകുന്നതും കറുത്ത പാടുകൾ മാറാൻ വേണ്ടിയിട്ടും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് തേൻ. നമ്മുടെ സ്കിന്നിന് നല്ല നിറം വയ്ക്കാനും നാച്ചുറലായിട്ട് മോയ്സ്ചറൈസേഷൻ കിട്ടാനും ഒക്കെ തന്നെ തേൻ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഫേസ് നല്ല നിറം വയ്ക്കാനും തിളക്കം കിട്ടാനും തേൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസേഷൻ കിട്ടും. ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, എല്ലാ ടൈപ്പ് സ്കിന്നുള്ളവർക്കും തേൻ യൂസ് ചെയ്താൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഓപ്പൺ പോഴ്സ് എല്ലാം മാറിക്കിട്ടാനും സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി കിട്ടാനും ചെറുപ്പം നിലനിർത്താനും ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ തന്നെ തേൻ വളരെ നല്ലതാണ്. പിന്നെ നല്ലൊരു എക്സ്ഫോളിയർ ആയിട്ടും നമുക്ക് തേൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുറിവുകളോ അല്ലെങ്കിൽ പിമ്പിൾ മാർക്സോ ഒക്കെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവും തേനിനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മാർക്ക് കിട്ടാനായിട്ട് തേനിൻ്റെ കൂടെ കുറച്ച് ബദാം ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് 20 മിനിറ്റ് അത് ഫേസിൽ തന്നെ വെച്ചിരിക്കാം. ഡെയിലി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തരം പാടുകളും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇനി മുഖത്ത് കരിവാളിപ്പ്, അതായത് സൺ ടാൻ മാറാനായിട്ട് തേനിൻ്റെ കൂടെ കുക്കുംബറിന്റെ ജ്യൂസോ അല്ലെങ്കിൽ തക്കാളിയുടെ നീരോ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. 2 ചെയ്താലാണെങ്കിലും ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് ഇത് കിട്ടുക. പിന്നെ തേൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല ടൈറ്റ് ആവും. ഇപ്പോൾ പ്രായമാകും തോറും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ വരും. അപ്പോൾ ആ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തേൻ യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് തേൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർമ്മത്തിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും അത് സഹായിക്കും. വേറെ എന്ത് യൂസ് ചെയ്താലും കിട്ടാത്തത്ര ഒരു തിളക്കം ഫേസിൽ നമുക്ക് തേൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ടും തേൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ നിറം വെക്കാനായിട്ട് അത്രയും നല്ലതാണ് തേൻ. ഇതിനായിട്ട് നിങ്ങൾക്ക് തേൻ മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തേനിൻ്റെ കൂടെ തൈരും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 7 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. മുഖക്കുരുവിൻ്റെ പാടുകളും ടാനൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും. അപ്പോൾ നിറം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തേൻ ഡെയിലി യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം തേൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, തേൻ ഫേസിൽ അപ്ലൈ ചെയ്താൽ പുരികവും ഇപ്പോൾ ആണുങ്ങൾക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താടിയൊക്കെ നരയ്ക്കുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള പ്രൂഫും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ ഓരോരുത്തരുടെ അസംഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തേൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ മുടിയോ താടിയോ ഒന്നും തന്നെ നരയ്ക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ തേൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെയാണോ യൂസ് ആയിട്ടുള്ളത്, സ്യൂട്ട് ആയിട്ടുള്ളത്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും സ്യൂട്ട് ആവണം എന്നില്ല. ഈ തേൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ തേൻ അല്ലെങ്കിൽ അതിനോടൊപ്പം മിക്സ് ചെയ്ത് തേക്കുന്നത് എപ്പോഴും നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. തേൻ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഓവർനൈറ്റ് നിങ്ങൾ ഫേസിൽ വെക്കേണ്ട. കാരണം തേൻ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ അഴുക്കും പൊടിയും ഒക്കെ ഫേസിൽ പറ്റിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം 1/2 മണിക്കൂർ മാത്രം ഇത് ഫേസിൽ വെക്കുക. അതിനുശേഷം മുഖം വാഷ് ചെയ്യുക. പിന്നെ തേൻ യൂസ് ചെയ്യുമ്പോൾ നല്ല പ്യുവർ ആയിട്ടുള്ള ഹണി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തേൻ യൂസ് ചെയ്താൽ കിട്ടുന്ന, നമ്മുടെ സ്കിന്നിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തേൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം
പിന്നെ വീണ്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തേൻ യൂസ് ചെയ്താൽ കിട്ടുന്ന ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്